അതിൽ പലരോടാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പരുത്തിക്കുഴിയിലെ പെയിന്റ് കമ്പനി റോഡിലാണ് അതിൽ പലരോടുള്ളത്. 25 വീടുകൾ അവിടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷിജിത്ത് തുടരുന്നുണ്ട് നമ്മോടൊപ്പം. ഷിജിത്ത്, ആലപ്പുഴയിലും കനത്ത മഴയാണ്. നികേഷ്, ആലപ്പുഴയിൽ വ്യാപകമായ മഴയാണ്. ജില്ലയുടെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ രാവിലെ മുതൽ തന്നെ വ്യാപകമായ മഴയുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായി പെയ്യുന്ന മഴയിൽ ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഞാനിപ്പോൾ കുട്ടനാട്ടിലെ കൈനഗരി പഞ്ചായത്തിലാണുള്ളത്. ഇവിടെ കൈനഗരി ഇരുമ്പനം പാടശേഖരത്തിലേക്കുള്ള നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നേരത്തെ രണ്ടാം കൃഷിക്കായി വെള്ളം കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. പലയിടത്തും തൂമ്പടഞ്ഞു പോയതിനാൽ ഈ വെള്ളം ഇപ്പോൾ തോടുകളിൽ നിന്നും മറ്റും പാടത്തേക്ക് തള്ളുന്നു. അതോടുകൂടി ഈ പാടത്തിന് നടുക്കും മറ്റുമുള്ള ഏതാണ്ട് 500ഓളം വീടുകൾ വെള്ളക്കെട്ടിന്റെ നടുവിലായിരിക്കും. ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. വള്ളമുള്ള വീട്ടുകാർക്ക് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നത്. ഇത് തൊട്ടപ്പുറത്ത് കാണുന്നത് പുത്തൻപുറം പാടശേഖരമാണ്. അവിടെയും ഇതുപോലെ ആളുകൾ 500ഓളം ആളുകൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കൈനഗരി പഞ്ചായത്തിൽ മാത്രം ഏതാണ്ട് 3000ഓളം ആളുകൾ ഇപ്പോൾ ഈ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം കൈനഗരി പഞ്ചായത്ത് അംഗം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ ഈ മുതൽ പ്രശ്നത്ര വലിയ രൂക്ഷമാണോ? ഇതിപ്പോ പുഞ്ചകൃഷി കഴിഞ്ഞ് രണ്ടാം കൃഷിക്ക് വേണ്ടിയിട്ട് നിലം കളകളിപ്പിച്ച് വെള്ളം കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് വെള്ളം കയറ്റിയതാണ്. അപ്പോൾ തന്നെ പെട്ടിയും പറയും മറിച്ചു പണിയുന്ന ഒരു ഇത് കുട്ടനാട്ടിൽ കൃഷി ചെയ്യുന്ന ഇതിൽ പമ്പിനുണ്ട്. അത് മറിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ ഈ കാലവർഷം ആ പാടത്തെ സകല ആളുകൾക്കും പ്രശ്നമായി. ഇപ്പോൾ റോഡടക്കം ഗതാഗതം മൊത്തത്തിൽ നിൽക്കാൻ പോവാണ്. KSRTC ഉച്ച കഴിയുമ്പോൾ മുതൽ ഇവിടുത്തെ റൂട്ടിലെ സർവീസ് നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വെള്ളം അടിയന്തരമായി പറ്റിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ചെയ്യണം. മിക്ക പമ്പുകൾക്കും കറണ്ട് ലഭ്യമായിട്ടില്ല. അതൊരു പ്രശ്നമാണ്. പെട്ടി ഉറപ്പിച്ച പോകുന്ന കൃഷി എടുക്കാൻ പോകുന്ന പല പാടങ്ങൾക്കും KSCB പെട്ടി ഉറപ്പിച്ചാലും തോട്ടിലും വെള്ളം പൊങ്ങി നിൽക്കില്ല. എങ്ങോട്ട് പമ്പ് ചെയ്ത് കളയും? പക്ഷെ അത് ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പമ്പ് ചെയ്ത് കളയുവാനായിട്ടുള്ള സാഹചര്യം വെർട്ടിക്കൽ പമ്പുകൾ കൊണ്ടുവന്ന് വെച്ചാണെങ്കിലും അടിച്ചു കളയാനുള്ള സാഹചര്യം ജില്ലാ ഭരണകൂടവും സംസ്ഥാനവും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചക്കാലമായി ഈ പെയ്ത്ത് ഈ കാലവർഷം കടുത്തതോടുകൂടി ഈ ഒരു ആഴ്ചക്കാലമായി ജനങ്ങൾ മുഴുവൻ ഈ പാടത്തിന്റെ ചുറ്റുവട്ടത്ത് ഈ 2 പാടങ്ങൾ മാത്രമല്ല കൈനഗരിയിലെ ഒട്ടുമിക്ക പാടങ്ങളും ഇതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഏകദേശം 50,000-ഓളം ആളുകൾ ഇതേ ദുരവസ്ഥ അനുഭവിക്കുകയാണ്. ചില ആളുകൾക്ക് വള്ളമുള്ളതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും. ഈ പാടത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് ചില ആളുകൾക്ക് കരയ്ക്ക് പോലും എത്താൻ പറ്റുന്നില്ല. കാരണം വള്ളമില്ല, ഇത് നീന്തി വരാൻ പറ്റത്തില്ല. ഇത്രയും ദൂരത്തിലൊക്കെ താമസിക്കുന്ന ആളുകൾ റോഡിൽ എത്തണമെങ്കിൽ ജംഗ്ഷൻ എത്തണമെങ്കിൽ 200-300 മീറ്ററുകൾ അപ്പുറേ പോകണം. വളരെ ദുരിതത്തിലാണ്. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസ് റോഡും താലൂക്ക് ഓഫീസ് റോഡും അടിയന്തരമായി അവർക്ക് കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ദുരിതാശ്വാസ ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. ആലപ്പുഴയിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നാണ് ഷിജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.